നാം കർത്താവിൻ്റെ വചനം അല്പസമയം ചിന്തിക്കുമ്പോൾ എല്ലാ മറ്റ് ചിന്തകളും ഭാരങ്ങളും വിഷമങ്ങളും ഒക്കെ മാറി ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി മാത്രം നമ്മളെ വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. As we're sitting in God's presence this morning, let's free ourselves from any distractions or anything that might deter our mind and give our full focus to the Word of God this morning. നമ്മുടെ ചിന്തയുടെ ആരംഭത്തിനു വേണ്ടി 2 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. Let's read 2 Chronicles chapter 6 verses 31. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുന്ന ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലമൊക്കെയും നിന്റെ വഴികളിൽ നടക്കുവാൻ തക്കവണ്ണം നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തൻ്റെ ഹൃദയം അറിയുന്നതുപോലെ ഓരോരുത്തന് അവനവൻ്റെ നടപ്പ് പോലെ ഒക്കെയും നൽകുകയും ചെയ്യണമേ. എന്നിട്ട് പറയുന്നു, നീ മാത്രമല്ലോ മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ അറിയുന്നത്. This verse reads, so that they will fear you and walk in obedience to you at all times. They live in the land you gave for our ancestors. ഇതാര് പറഞ്ഞ വാക്കാണെന്നറിയാമോ? Do you know who is speaking this? ശലോമോൻ. It's Solomon. ദൈവത്തിൻ്റെ ആലയം ശലോമോൻ ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പറയുന്ന ചില വാക്കുകൾ അവിടെയുണ്ട്. These are the few words that Solomon states as he is dedicating the temple of God. അതിലൊന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും. പ്രൈസ് ഗാഡ്. അപ്പം ഒന്ന്, ഈ സോളമൻ അറിയാം ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും ദൈവസന്നിധിയിൽ ജീവിക്കണമെന്നുള്ള കാര്യം. So Solomon is stating that, during the time of my ancestors, they all walked in his presence. So Solomon understands one thing, that during our life on earth, we have to follow what the Word of God says. അങ്ങനെ ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ വഴിയിൽ മാത്രം ജീവിച്ചിരിക്കുന്ന അവന് ദൈവസന്നിധിയിൽ ഒരു ഭയം ഉണ്ടാകണം. So anyone who walks according what the Word of God says, they need to have the fear of God in them. എന്തിനാന്ന് ചോദിച്ചാൽ അവൻ്റെ നടപ്പൊക്കെയും ശോധന ചെയ്ത് അവൻ്റെ ഹൃദയത്തെ വ്യക്തമായി അറിയുന്ന ഒരു ദൈവം ഉള്ളതുകൊണ്ട്. It's because there is a God who knows your heart to its fullest extent, and it's also for God to direct your path the way you have to go. Praise God. നമുക്ക് ആ സ്റ്റോറിയൊക്കെ അറിയാം. ഞാനൊന്ന് ഓടിച്ച് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദ് ഒരു ഡിക്ലറേഷൻ ചെയ്യുന്നുണ്ട്. 1 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. Praise God. David is making a declaration in 1 Chronicles chapter 28 verse 2. അവിടെ പറയുന്നത് അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവിടെ സകല ആൾക്കാരും വന്നു. ദാവീദ് എല്ലാവരെയും വിളിച്ചു. The first verse says David called everyone from that area. അതിൽ ഒരൊറ്റ ലീഡേഴ്സിനെ പോലും അവോയ്ഡ് ചെയ്തിട്ടില്ല. He did not ignore any of those leaders from those tribes. ചുരുക്കത്തിൽ മൃഗങ്ങളെ തീറ്റിപ്പോറ്റുന്ന ലീഡേഴ്സിനെ പോലും വിളിച്ചു വരുത്തി. He also included all the leaders, all the shepherds of all these animals. എന്നിട്ട് 2-ാം വാക്യം അവിടെ പറയുന്നത്, അവിടെ പറയുന്നു, എൻ്റെ പ്രിയ സഹോദരന്മാരെ, എൻ്റെ ജനവുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. So the second verse says, David, my dear ones, my dear brethren, my Israelites, listen to me and listen to my words. എന്താണ് വാക്ക്? What are these words? യഹോവയുടെ പെട്ടകത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പാദപീഠത്തിനുമായി ഒരു വിശ്രാമാലയം പണിയുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. David is making a declaration that for the people of God and for the Ark of the Covenant to be in a place, that I have a desire to build a temple. ഞാൻ അതിനുള്ള എല്ലാ പ്ലാനും ചെയ്തു. I have all the plans and preparations made for it. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു, നീ ചെയ്യണ്ട. Praise God. രക്തച്ചൊരിച്ചിലുള്ള കൈയുള്ളവൻ
നീ യോദ്ധാവാ. അതുകൊണ്ട് പറയുന്നു, ആലയം നിൻ്റെ ആഗ്രഹം കൊള്ളാം, പക്ഷെ നീ എനിക്ക് ആലയം പണിയണ്ട. So God here is saying that given David's desire to build this temple for God, God is saying that you are not supposed to be the one building this temple for me because your hands have shed many blood. So you, an unclean man, should not be the one building this temple for me. ചോദ്യം, Question is, ഒന്ന് ക്ഷമിച്ചുകൂടെ? God could have forgiven him. ഞാൻ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുക നിനക്കൊരു ആലയം ഈ പെട്ടകം വയ്ക്കുവാൻ. David could have questioned that. I have this desire for a long time. You could have forgiven me. ഞാൻ എല്ലാ കാര്യവും പണിത് എല്ലാം റെഡിയായി. എനിക്കൊരു ഭവനം ഉണ്ടാക്കിയപ്പോഴും ഞാൻ ചിന്തിച്ചു, അങ്ങയുടെ പാദപീഠം ചവിട്ടുവാൻ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങയുടെ നിയമപ്പെട്ടകം ഒന്ന് വയ്ക്കുവാൻ. സ്തോത്രം. ഒരു ഭവനം ആവശ്യമാ, ഒരു സ്ഥലം ആവശ്യമാ, ഒരു ആരാധനാലയം ആവശ്യമാ എന്ന് ഞാൻ കരുതി ഭാരപ്പെട്ടതനുസരിച്ച് ഞാൻ എല്ലാം ചെയ്തു വന്നു. അവസാനം എന്നോട് പറയുകയാണ്, നീ ചെയ്യണ്ട. David could have also asked God that I have had this desire when I built everything that I needed, my house, everything that I needed. I had the desire in me to build a temple, to place the Ark of the Covenant, but you said no. നമ്മൾ ആരെങ്കിലും ആ സ്ഥാനത്ത് എന്തോ പറയുന്നതിന്? What would we have said at that time? വേറെ ജോലിയില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സോ ഹാർഡ് ടു അക്സെപ്റ്റ്. David could have pushed back and said that, no matter how much work I did, you still ignored it. എന്നിട്ട് ദൈവം അവൻ്റെ കുറ്റത്തെ കൂടെ ബോധപ്പെടുത്തിക്കൊള്ളു. കാരണം മറ്റൊന്നുമല്ലേ, നിൻ്റെ കയ്യിൽ ചില രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ട്, രക്തത്തിൻ്റെ ചില സ്റ്റെയിനൊക്കെ ഇപ്പോഴും ഉണ്ട്. But God did not deny David of this thing, but he gave a reason for this. You still have the blood staining in your hands for the amount of lives that you've taken. യുദ്ധം നിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ ലൈഫാണ്. War is a part of life. ഇന്ന് പകൽക്കാലം ദൈവസേനയിൽ അവിടെ ചിന്തിച്ചിട്ടൊരു കാര്യം മുന്നോട്ട് പോകാം. പ്രിയ ദൈവമക്കളെ, നാം ആഗ്രഹിക്കുന്നെങ്കിലും പലതിനും ദൈവം നോ പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നാം അറിയാത്ത പലതും ദൈവത്തിനറിയാം. Amen. The reason why God denies certain things in your life in certain moments is because there are certain things that God knows of you that you don't acknowledge. ഞാൻ വിശ്വസിക്കുന്നു, ഒരു പക്ഷെങ്കിൽ ദാവീദ് ഇതെല്ലാം പ്രാർത്ഥിച്ച് ക്ഷമ ചോദിച്ചിട്ടുണ്ടാവും. I believe that David could have prayed and fasted or asked God for forgiveness for everything that he has done. അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു. Verse 4 says, ദാവീദ് പറയാണ്, എന്നെ തിരഞ്ഞെടുത്തു, പ്രഭുവായിരിക്കുവാൻ യഹൂദയും, എന്നാൽ എൻ്റെ അപ്പൻ്റെ പുത്രന്മാരിൽ വെച്ച് എന്നെ എല്ലാ ഇസ്രായേൽ മക്കൾക്കും രാജാവാക്കി വയ്ക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ ഈ സ്ഥാനത്തായിരിക്കുകയാണ്. David says in verse 4 that yet the Lord, the God of Israel, chose me from my whole family to be king over Israel forever. He chose Judah as leader, and from the tribe of Judah he chose my family, and from my father's sons he was pleased to make me king over all Israel. Hence I'm in this position. 9-ാം വാക്യം വരുമ്പോൾ, മോനെ എന്നെയും കൊണ്ട് ഇത് നടന്നില്ല, പക്ഷേ നിന്നെയും കൊണ്ട് ഇത് നടക്കണം. പ്രിയരെ, നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ try to encourage somebody else to do it. Verse 9, David is encouraging Solomon that this was not able to be completed or fulfilled by me, but I'm encouraging you, my son Solomon, to take this and carry it out. This is an encouragement for everyone. If there is something that you cannot meet or you cannot do this morning, encourage someone else to do the same. മനുഷ്യ ബുദ്ധിയിൽ നമ്മൾ പറയും, ദൈവത്തിന് വേണ്ട, പിന്നെ എനിക്കാണോ വേണ്ടേ? In our own mind, in our own understanding, we might say, if God does not need it, then why do I? പക്ഷേ ഈ ദാവീദ് പറയുന്നു, മോനെ, നിന്നെ ഞാൻ അതിനു വേണ്ടി അനുഗ്രഹിക്കാം, നീ ചെയ്യണം. എന്നെ കൊണ്ട് പറ്റാത്തത് പറ്റുന്ന ഒരുവനെയും കൊണ്ട് ചെയ്യിക്കുന്നതാ ദൈവത്തിന്റെ പ്രത്യേക കൃപ എന്ന് പറയുന്നത്. David is giving that anointing and that blessing to his son Solomon to carry his father's dream out, and that is the exact thing that God has called us to do. അതെല്ലാരെയും കൊണ്ടും പറ്റില്ല. It cannot be done by everyone. എനിക്ക് പറ്റത്തില്ല, ആരും ചെയ്യണ്ട.
You know, we might be in a stubborn mentality that if I cannot do it, no one else should be doing it. പിന്നെ ചെയ്യുന്നത് മുഴുവനും പണിയുന്നവന്റെ വീഴ്ച കാണാനാണ് നമ്മൾ കുത്തിയിരിക്കുന്നത്. Then we actively work for someone's downfall to make sure that they don't carry out your dream. ഇപ്പൊ മനസ്സിലായി ഞാനില്ലാത്തതിന്റെ ഗുണം. Now you understand the repercussions of not having. ദാവീദ് was not like that. David was not a man with that mindset. അവൻ മകനെ വളരെയധികം എൻകറേജ് ചെയ്ത് ഉപദേശിക്കും. എന്താ 9-ാം വാക്യോടെ പറയുന്നത്? ആ ഒന്നാമത്തെ അഡ്വൈസ്, മോനെ ഞാൻ അറിഞ്ഞ ഒരു ദൈവമുണ്ട് കേട്ടോ. The first advice that David is giving Solomon, ദൈവത്തെ നീ അറിയണം. the first advice that David is giving Solomon is acknowledge the God of your father and serve him with wholehearted devotion. നീ വെറുതെ അറിഞ്ഞാൽ പോരാ, പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും അവനെ സെർവ് ചെയ്യണം. It should not be a normal serving. It should be a wholehearted understanding of him and serving him. നമ്മളാണെങ്കിൽ പറയും, എടാ നിനക്കറിയത്തില്ല എന്നോട് അവർ കാണിച്ചൊക്കെ എന്താന്ന്, പിന്നെ നീയും അനുഭവിച്ചോളൂ എന്നല്ലേ നമ്മൾ പറയുള്ളൂ. You know, we might say, you know, I have felt many things in the past, so you go ahead and do it. You're going to feel the same. You're going to go through the same. തിക്താനുഭവങ്ങൾ പറഞ്ഞു കൊടുത്ത് തലമുറയെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഈ കാലങ്ങളിൽ. We live in a community where we get discouraged by looking at the past, looking what has happened in our past, and discouraging the future generations from doing something that they're called to do. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നിന്റെ തലമുറ നിന്നെക്കാട്ടിലും മോശമായി മാറും. If that is the characteristic that you have this morning, judge yourself, because your sons and daughters, your generations after you will be worse than you. എന്നിട്ട് അടുത്ത അഡ്വൈസ് പറയുന്നു, യഹോവ സർവ്വ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നോക്കണേ. അപ്പൻ പറഞ്ഞു കൊടുത്തത് മകൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് സോളമൻ പറഞ്ഞത് ദൈവം സകല ഹൃദയങ്ങളെയും പരിശോധിക്കുന്നെന്ന്. You know, David gave that advice to Solomon, saying that, you know, God searches everyone's hearts and innermost beings, and that's exactly what Solomon is stating at that dedication ceremony in temple. തലമുറകളെ ആത്മീയമായി എൻകറേജ് ചെയ്യുന്ന, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് സ്വന്തം വീഴ്ചകൾക്ക് ഹല്ലേലൂയ അത് എടുത്തുകാട്ടി, സ്തോത്രം, എനിക്കുണ്ടായ തിക്താനുഭവം നിനക്കുണ്ടാവാതെ നീ ഒഴിഞ്ഞു മാറണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പിതാവല്ലായിരുന്നു ദാവീദ്. David was not a father who explained all the things, all the persecutions and all the bad things he has gone through in the past to discourage his son, but rather someone who was constantly encouraging his son. അനുഭവത്തിൽ നിന്ന് പറയുക, മോനെ സകല ഹൃദയങ്ങളെയും പരിശോധിക്കുന്ന ഒരു ദൈവവും നിന്റെ വിചാരവും നിരൂപണവും എല്ലാം ഗ്രഹിക്കുന്ന ഒരു ദൈവമാ നീ ഞാൻ സേവിക്കുന്ന ദൈവം, അതാ നിന്റെയും ദൈവം. David is telling Solomon that from my experience in the past, I know this is a God who searches your innermost being, and this is the same God who's with you. നോക്കിക്കോണേ, അന്നേരം അപ്പൻ്റെ മനസ്സ് വളരെ അപ്സെറ്റ് ആയിരിക്കും സമയമാണ്. And this is a time where David could have been very upset. The father could have been very upset. കാരണം വളരെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത് നീ ചെയ്യണ്ടെന്ന്. എങ്ങനെ സഹിക്കും? At the peak of David's plan to build this temple is when God denies his plan to build this temple. ഞാനന്നേ പറഞ്ഞേനെ, എന്നാ പിന്നെ വേറെ ആരെങ്കിലും ചെയ്യട്ടെ. You know, I could have been in a stubborn mindset and said, you know, let anyone else do it. അത് പറയുന്നത് എന്താണെന്നറിയാമോ? എന്നിൽ വേണ്ടതുപോലുള്ള ദൈവത്തിന്റെ ആത്മാവില്ലാത്തോണ്ട് ഞാൻ You know, പറയും. the reason why you say that this morning is because you don't have the proper Spirit of God or the evidence of Spirit of God in you. That's the reason why you make all these statements. എന്നിട്ട് പറയുന്നു, നീ അന്വേഷിക്കുന്നെങ്കിൽ കണ്ടെത്തും. If you look for it, you will find it. നീ ഉപേക്ഷിക്കുന്നെങ്കിലോ അത് നിന്നെയും ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞോളെ. If you leave something else, this is the advice that David is giving Solomon, that if you leave something, that thing will also leave you. ഈ ദിവസങ്ങൾ തലമുറകൾ എന്താ ഇല്ലാതെ പോകുന്നറിയാമോ? You know, the reason why we don't see many generations ahead കുടുംബത്തിൽ of us. കൊടുക്കേണ്ട ആത്മീയ ഗുണദോഷം പലരും കൊടുക്കാറില്ല. It's a reason because the families don't give the encouragements or corrections that അവര് the families need. കൊടുക്കുന്നത് പാസ്റ്ററുടെ കുറ്റം, സഭയുടെ കുറ്റം, പെന്തക്കോസ്തിന്റെ കുറ്റം, അങ്ങനെ കുറെ കുറ്റങ്ങളും തിക്താനുഭവങ്ങളും. Families are constantly talking about bad things about church or pastors or anyone in your communities. പൊളിറ്റിക്സ്, അതിന് ഞാൻ പൊളിറ്റിക്സ് എന്നല്ല, ഞാൻ പൊളിട്രിക് എന്നാണ് പറയുന്നത്. പൊളിട്രിക് ഇതൊക്കെ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെയും തലമുറകളെയും ഇല്ലാതാക്കി, ഭാര്യ പഴയ പോലെ പ്രാർത്ഥിക്കില്ല, ഭർത്താവ് പഴയ പോലെ പ്രാർത്ഥിക്കില്ല,
മക്കൾ പഴയ പോലെ പ്രാർത്ഥിക്കുകയില്ല, ഭവനത്തിൽ കൂടിയിരുന്ന ഒരു ആരാധനയില്ല, ഭവനത്തിൽ കൂടിയിരിക്കുമ്പോൾ അന്യഭാഷയിലുള്ള ആരാധനകളില്ല, ദൈവസാന്നിധ്യമില്ല, സഭയിലില്ല. അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്താണെന്നറിയാമോ? There is no encouraging words from the old people. People are spewing, the older generations are spewing evil things about church or the elders of the church or other people, and constantly discouraging every youth that is to come by, and that makes people walk away from this word. That's why many of the generations that we see today walk away from the word of God, not being able to pray, not being able to be filled in with the Spirit, and constantly away from the church. വീണവനെ എടുത്തു കാണിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം. We have a characteristic to always uplift or display the fallen. God doesn't want that. God does not desire that. അത് ദൈവമല്ല, ദുഷ്ടൻ നിന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നതാ നശിപ്പിച്ചു കളയുവാൻ. And that's a plan that the devil has for you to showcase other people who have fallen, so you cause more people to fall along with it. ഒരു പ്രത്യേക വാണിംഗ് കൊടുക്കുന്നത്, നീ അന്വേഷിച്ചാൽ നീ കണ്ടെത്തും. It's a fair warning that's being given. If you search for it, you will find it. എന്നെ അനുഗ്രഹിച്ചവൻ നിന്നെ കണ്ടെത്തുമെന്നല്ല പറയുന്നത്, രക്ഷ ഇൻഡിവിജ്വലാ. David is not saying that the person who saw the God who saw me, the God who saw me will also find you. But no, David is saying that if you look for him, if you search for him, he will find you. നീ ഉപേക്ഷിച്ചാൽ നിന്നെ ഉപേക്ഷിക്കും, എന്നെ ഓർത്ത് നിന്നെ ചേർക്കുമെന്ന് വിചാരിക്കണ്ട. If you leave him, that will also leave you. Do not think your forefathers or whatever your ancestors did will follow you. ഉപദേശം മാത്രമല്ല കൊടുത്തത്. 20-ാം വാക്യത്തിൽ വരുമ്പോൾ മകനെ അനുഗ്രഹിക്കുന്ന ഒരു പിതാവ്. It was not just the encouragement words that David gave. We see in verse 20 that it's a father who encourages his son. Blesses his son. നീ ധൈര്യം പൂണ്ട, നീ പ്രവർത്തിച്ചോ, ചെയ്തോ, ഭയപ്പെടരുത്, ഭ്രമിച്ചു നോക്കരുത്. യഹോവയായ ദൈവം എന്റെ ദൈവം തന്നെ. അതാ സാക്ഷ്യം ഉണ്ടായിരിക്കണം നമുക്ക് തന്നെ താനെ. Verse 20 says, David also said to Solomon his son, be strong and courageous and do the work. Do not be afraid or discouraged, for the Lord God, my God, is with you. That's why we say you need to have a testimony to show to others and be an encouragement factor. If we need to encourage someone, we should have that experience in our life. Amen. Praise God. Hallelujah. ഭയപ്പെടരുത്, ഭ്രമിച്ചു നോക്കരുത്. യഹോവയായ ദൈവം എൻ്റെ ദൈവമാ, നിന്നോടുകൂടെയുണ്ട്. നമ്മുടെ രണ്ടിൻ്റെയും ഒരു ദൈവമാ. It says, be strong, courageous, and do the work. Do not be afraid or discouraged, because my God is with you too. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയെയും നീ നിവർത്തിക്കും വരെ. Praise God. എന്തോ സ്ട്രോങ് വേർഡ് അതൊക്കെ. The word is saying that until the fulfillment of it, my presence will not leave you. Praise God. അടുത്തത് 21-ാം വാക്യം വളരെ ശ്രദ്ധിക്കണം. ഇതാ ദൈവാലയത്തിലെ സകല ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്തൊക്കെയുള്ളവരാ? മനസ്സുള്ളവർ, people who have the heart, സാമർഥ്യമുള്ളവർ, who are smart enough to do it. Praise God. Hallelujah. പ്രിയരെ, ദൈവത്തിൻ്റെ ആലയത്തിൽ സമർപ്പണമുള്ള ഒരു കൂട്ടം ജനത്തെ നോക്കി നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ ആലയത്തിലുണ്ട് കേട്ടോ. In the temple of God, there is a spirit there's a spirit that is in our midst that looks for people who have that heart of submission, who has the heart to do some things for God. അതിന് മനസ്സ് വെക്കുക എന്ന് പറയുന്നത് പറഞ്ഞിട്ടല്ല മനസ്സ് വയ്ക്കുന്നത്. In order to be in that submission, it should not come from someone forcing you or someone telling you to do so. പറയാതെ ചെയ്യുന്നതാ മനസ്സ് വെച്ച് ചെയ്യുക. When we say that someone desires to do it, it comes out of their own desire or wanting to do it. സാമർഥ്യമുണ്ടെങ്കിലും മനസ്സിലെങ്കിലും എന്ത് കൊടുക്കാൻ പറ്റും? കഴിവുണ്ട്, പക്ഷേ മനസ്സില്ല. They might have the talent, people might have the talent, but if they don't have the desire to do it, what do you do? Praise God. Hallelujah. ദൈവമക്കളെ, കർത്താവ് തന്നിരിക്കുന്ന സമർത്ഥമായ ഹൃദയം, കഴിവുകൾ, അത് മനസ്സോടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഉപയോഗിക്കുവാൻ
നാം വിളിക്കപ്പെട്ടവരാ. My dear children of God, I'm giving this encouragement. You're called to use every talent, everything that God has given you to use for God's kingdom. ഇനി ദാവീദ് സ്വയമേ പ്രാർത്ഥിക്കുന്ന ഒന്ന് ഫസ്റ്റ് ദിനവൃത്താന്തത്തിൽ 1 ദിനവൃത്താന്തം 29 അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ അവിടെ ഒരു പ്രത്യേക പ്രാർത്ഥന ദാവീദ് കഴിക്കുന്നുണ്ട്. David is making a special prayer in 1 Chronicles 29, verse 12 through 15. ആ ആ ആ സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും. അപ്പോൾ ബലമില്ലാത്തവന് ശക്തി കൊടുക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. So it's God's act that if someone is weak or someone does not have the strength, God is the one who strengthens them. Praise God. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. ആരാധനയ്ക്ക് വളരെ ആഗ്രഹമുള്ളവനും സ്തുതികൾക്ക് വളരെ ഹല്ലേലൂയ കണക്ക് കൊടുക്കാതെ കണക്കില്ലാതെ സ്തുതിക്കുന്നവനുമായിരുന്നു ദാവീദ്. You know, David was a man who did not account for the praises or account for everything that he did for God's presence. He was a man who just did it and did not keep accounts for it. അടുത്തത്, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തനാക്കുവാൻ ഞാൻ ആരുള്ള, എൻ്റെ ജനം എന്തുള്ളൂ, സകലതും നിന്നിൽ നിന്നല്ലോ. പ്രിയരെ, ദൈവസന്നിധിയിൽ നാം എന്തു ചെയ്താലും ഒരു സ്തോത്രം പറഞ്ഞാലും അത് ദൈവത്തിൻ്റെ ദാനമാണ്. My dear children of God, anything that you do in God's presence, it's only because of God's grace and graciousness towards you. ഒരു പാട്ടിൽ നാം പാടുന്നില്ലേ, അവൻ ആർക്കും കടക്കാരനല്ല. We sing in a song that he is not in debt for anyone. Praise God. എന്നിട്ട് പിന്നെ പറയുന്നു, എല്ലാം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതു മാത്രമേ ഉള്ളൂ. You know, it's being said here that I have taken everything from you and I'm only submitted that right back to you. Praise God. Hallelujah. അടുത്ത വാക്യം പറയുന്നു, ഞങ്ങൾ വെറും അതിഥികളും പരദേശികളുമാ. It says we're just foreigners and strangers. ദാവീദിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം. ആ ദാവീദിന് ഉള്ളിൽ ബോധമുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ പരദേശികളാണ്. You know, David had the mindset that this period on earth is just a transit period in life. ഞങ്ങൾ അതിഥികളാണ്. We're just guests. ഭൂമിയിൽ ഞങ്ങളുടെ ആയുസ് നിഴൽ പോലെയാ, യാതൊരു സ്ഥിരതയുമില്ല. Our life on earth are numbered and it is not steady. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നാം ഈ ഒരു ബോധത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആലയത്തിൽ വരുമ്പോൾ, കർത്താവേ, വരുന്ന ആഴ്ച ഞാൻ ഭൂമിയിലുണ്ടോ എന്ന് പോലും അറിയില്ല. So let me submit today in thy feet. So when you come into God's presence, dear children of God, when you come into God's presence, be here with the mindset that I don't know if I will be alive tomorrow, but help whatever moments or whatever opportunities that I get, help me to do more for your kingdom. അങ്ങനെ അതിൻ്റെ 28 വാക്യം വരുമ്പോൾ ദാവീദിൻ്റെ മരണസമയമായി ദാവീദ് മരിച്ചു. And when you come to verse 28, we see that David's time on earth has come to an end and he has passed. നമ്മൾ വിചാരിക്കും ദാവീദ് ഒത്തിരി വയസ്സുള്ള ഒരു വലിയ അപ്പച്ചനായിരിക്കും അല്ലേ? We might have thought that David was a man of old age and he probably was aged very well. ഇവിടുത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ he was so young when he died. In our current measurements, I would say that David was a very young man when he passed. ഏതാണ്ട് 70 വയസ്സുള്ളപ്പോഴാണ് മരിച്ചു പോകുന്നത്. He was only about 70 years old when he passed. 30 വയസ്സിൽ കിങ്ഡം രാജഭരണം ഏറ്റെടുത്തു. He took over the kingdom at the age of 30. 40 വർഷം ഭരിച്ചു. And he served for 40 years. 70 വയസ്സിൽ താൻ ചേർക്കപ്പെട്ടു. And at the age of 70, he went to be with the Lord. അതിനുശേഷം ശലോമോൻ രാജാവായി. And then after that time, Solomon, David's son, became the appointed king of the nations. 2 ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ അപ്പൻ്റെ മകൻ ഒരു പ്രാർത്ഥന നടത്തുന്നു. 2 Chronicles chapter 1 verses 5, Solomon the son of David is making a prayer here.
ആ, സഭയും അവനോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. എന്താ പ്രാർത്ഥിക്കുന്നറിയാമോ? നമുക്കത് പിന്നെ വായിക്കാം. സ്തോത്രം. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക അവിടെ എന്തായാലും. Here we see that a prayer is happening at this time in this verse that we ഈ read. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ആലയത്തിൽ മറുപടി നിശ്ചയം. അതിൻ്റെ 7-ാം വാക്യം നോക്കി. You know, in any temple that a prayer is ongoing, the answer is evident or imminent. പ്രാർത്ഥന അന്ന് രാത്രിയിൽ ദൈവം ശലോമോന് പ്രത്യക്ഷനായി. At that night, God appeared in front of Solomon. ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത് And തരേണ്ടത്? God is asking Solomon, what should I do for you? നീ ചോദിച്ചോ, ഞാൻ തരാം. And God is saying that you can ask whatever and I will give it to ഒരു you. കാര്യം മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, മറുപടി താമസിക്കില്ല. അഥവാ താമസിച്ചാലും കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങും. My dear children of God, I want to give you an encouragement that anything that you pray for will not delay, but know that if it does delay, God will be in your presence fulfilling that for you. പലപ്പോഴും നാം മിസ്സാകുന്ന ഒരു വലിയ പാർട്ടാണ് ദൈവത്തിന് ചോദിക്കാനുള്ള സമയത്തിന് മുമ്പേ നാം എക്സിറ്റ് ആയിപ്പോകും. You know, the reason why many of us don't have unanswered prayers is because before the time that God can answer that prayer for you, you leave His presence with that topic. പണ്ടൊരു ഫോൺ ഉണ്ടായിരുന്നു. സംസാരിക്കാനും കേൾക്കാനും ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറയണം, ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം. There used to be a phone in the olden ages where the receiver and the the audio output and input was all from the same source. കാലം മാറിക്കഴിഞ്ഞപ്പോൾ രണ്ട് സ്ഥലങ്ങളായി. And when the generations has passed, that became two different ഞാനിത് വായിക്കുമ്പോൾ ആ ഭാഗം ആ സാഹചര്യം ഞാൻ പെട്ടെന്ന് ഓർക്കും. As I was reading this, I just recollect that time of that technology. ആ ഫോൺ എപ്പോഴും ഇങ്ങനെ വെക്കാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെ വെക്കാൻ നമുക്ക് സമയമില്ല. അപ്പോഴത്തേക്കും നമ്മൾ എക്സിറ്റ് ആകാനുള്ള സമയമായി കഴിഞ്ഞു. At that time, you can only hold that phone close to your mouth to only speak because you don't get enough time to put it close to your ears and hear from it. നല്ലൊരു കാര്യം മനസ്സിലാക്കണമേ, പ്രത്യേക ആൾക്കാരോട് മാത്രമല്ല ദൈവം സംസാരിക്കുന്നേ. കർത്താവിൻ്റെ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരോടും പരിശുദ്ധാത്മാവ് മൂലം ദൈവം സംസാരിക്കും. God does not choose to speak to certain people, but He speaks to everyone who has a fulfillment of the Spirit, and the Spirit will talk to those people. ഇന്നലെ രാത്രിയിൽ നാം അതിനെക്കുറിച്ച് അല്പം ചിന്തിച്ചു. And we meditated that from the Word of God last night. കാരണം ഇതൊരു യൂണിവേഴ്സൽ പ്രോബ്ലമാണ്. This is a very universal problem that we have. പറയുന്നതല്ല കേൾക്കുന്നതല്ല ഗ്രഹിക്കുന്നത്. You know, people don't hear what we say, or people don't understand what is being said. എന്തുവാന്ന് ഒന്നും മനസ്സിലായില്ല, എന്തുവാന്ന് ഏതാണ്ട് അങ്ങനെ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. You know, people tend to misunderstand things that are being said. നാം അതിനെ ആദ്യമേ ശാസിക്കണം. We need to put past or put away that spirit or that evil power. കേൾക്കുന്നത് ഗ്രഹിപ്പാൻ എനിക്ക് ഇടയാക്കണം. We should pray for the advantage that Lord help me to understand everything that's being spoken. ഇവിടെ 10-ാം വാക്യം ആവുമ്പോൾ Verse 10 says, അവന്റെ ആവശ്യം പറയുക. എൻ്റെ പ്രായം നീ അറിയുന്നു, ഞാൻ കൊച്ചിയിറക്കനാ. പക്ഷെ ഈ ജനത്തെ നയിക്കണമെങ്കിൽ, ലീഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരറിവുമില്ല. I'm not enough capable person to lead this people. Verse 10, Solomon is making a claim that I'm a very young man, and in order for me to lead this people, lead your people, I need to have your wisdom from up in heaven. എന്നിട്ട് അവൻ ഓർക്കുകയാണ്, നിന്റെ ദൈവമേ അങ്ങ് തരാതെ ഇത് ചെയ്യാൻ ആർക്കും പറ്റില്ല. And Solomon's making a statement that unless you give it to me, no one else will be able to do it. 12-ാം വാക്യം വരുമ്പോൾ അവൻ ഒന്നേ ചോദിച്ചുള്ളൂ, എനിക്ക് വേണ്ടത് വിസ്ഡം, ജ്ഞാനം വേണം. പ്രൈസ് ലോർഡ്. പക്ഷേ കർത്താവ് പറഞ്ഞു, നിനക്കത് മാത്രമല്ല, ഓ പ്രൈസ് ഗോഡ്, ആർക്കും ഇനി ലഭിക്കാൻ പോകുന്നുമില്ല, ഇതിന് മുമ്പ് ആർക്കും കിട്ടിയിട്ടുമില്ല. അതുപോലെ നിനക്ക് ഞാൻ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും എന്ന് അരുളി ചെയ്തു. In verse 12 it says, therefore he only asked for wisdom, but it says, therefore wisdom and knowledge will be given to you, and I will also give you wealth, possessions, and honor, such as no king who was before you has ever had seen, and none after you will ever have. ദൈവവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അനുസരിച്ച് നാം ചോദിക്കാതെ തന്നെ പലതും കർത്താവ്. There are a lot of things that God gives you, that things that you don't ask for.
Praise God. Amen. ദൈവത്താൽ ലഭിക്കുന്ന സകലത്തിനുമായും സ്തോത്രം. You should praise God for everything that God gives you. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ഇതുവരെ നമ്മുടെ ദൈവം നമ്മെ You know, God has led you all these years of your life in matters in more ways than you have spoken or desired. Praise God. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും will follow you. You know, blessings and honor or grace will follow you all the days of your lives. എപ്പോഴാണെന്നറിയാമോ? കർത്താവേ, അങ്ങയെ മനസ്സിലാക്കുവാൻ എനിക്കൊരു ഭാഗ്യം തരണമേ. അങ്ങയുടെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുവാൻ ഒരു സെൽഫ് ഡെഡിക്കേഷൻ എന്ന് കഴിക്കുന്നു. അന്ന് ഈ വചനം നമ്മുടെ ജീവിതത്തിലൊക്കെ And നിവർത്തിയാവും. this word will be fulfilled in your hearts the day that you fully submit, wholeheartedly submit into God's presence to do more things for Him. 2 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 Chronicles chapter 3 verses 2. ഏതാണ്ട് 4 വർഷവും 2 മാസവും തൻ്റെ ഭരണം തുടങ്ങി. അപ്പോൾ ആലയത്തിൻ്റെ പണി തുടങ്ങാൻ തക്കവണ്ണമിടയായി. It says a period that he began building the temple on the second 3 day verse 2. of the second month in the 4th year of his reign. എന്ന് പറഞ്ഞാൽ 4-ാമത്തെ വർഷം, In the 4th year, the temple construction began. second month, The second month. he started construction of the temple of God. ദൈവത്തിൻ്റെ ആലയം അവൻ പണി തുടങ്ങി. Praise God. Hallelujah. തീരുമാനമെടുക്കുന്നത് മാത്രം പോരാ, അത് ചെയ്യാൻ കൂടെ ദൈവം നമ്മളെ ബലപ്പെടുത്തണം. You know, it should not just be a decision that's being made. God should strengthen you to fulfill through your decisions. 7-ാം വാക്യം വരുമ്പോൾ, അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വരുമ്പോൾ പണികളെല്ലാം തീർന്നു, എല്ലാം ആയി കഴിഞ്ഞു. അവസാനം എന്തുവാണെന്നറിയാമോ? നിയമപ്പെട്ടകം അതിൻ്റെ സ്ഥലത്ത് കൊണ്ടുവച്ചു. In chapter 5, verses 7, it says, after all the construction was over, the Ark of the Covenant was placed inside the temple. ഒരു പുതിയ വിശ്വാസിയാകുന്ന ദൈവമക്കളുടെ ആലയത്തിൽ ദൈവത്തിൻ്റെ വചനമായിരിക്കണം ആധാരമായി നിൽക്കുന്നത്. You know, New Testament believers like us, inside the temple of God, the Word of God should be the main source of knowledge. ഈ ഹല്ലേലൂയ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം വന്നപ്പോൾ മുതൽ പിന്നെ അവിടെ ക്രമമൊന്നുമില്ല. 11-ാം അധ്യായം 11-ാം വാക്യം അവിടെ എന്താ പറയുന്നറിയാമോ? Verse 11. അവിടെ പറയുന്നത് ക്രമമൊന്നുമില്ല, പിന്നെ ഫാമിലി ബേസ് ഒന്നുമില്ല, പിന്നെ ഓരോരുത്തരുടെ ക്വാളിറ്റി ഒന്നുമില്ല. അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? Once the ark came into the temple, there were no classifications or designations that were given to the people that was inside the temple. They were all equal. എല്ലാവരെയും അവരവർ തന്നെ അങ്ങ് വിശുദ്ധീകരിച്ചു. Each and every persons were looking after their own spirits. അടുത്ത വാക്യം പറയുമ്പോൾ 13-ാമത്തെ വാക്യം 13 വായിച്ചേ. അടുത്തത് കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ചു. മനസ്സിലാക്കണേ, വളരെ ശ്രദ്ധിക്കണേ. ആരാധനാലയം പണിതു, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം വെച്ചു. ഇനി അടുത്തത് ആരാധന തുടങ്ങുക. Here we read that after the temple was built and the Ark of the Covenant was placed, the next thing that happens is for worship to happen. കാഹളം ഊതുന്നവര്, പാട്ടുപാടുന്നവര്, കൈയടിക്കുന്നവര്, സ്തോത്രം, എല്ലാ ഇൻസ്ട്രുമെന്റ്സോടും കൂടി അവർ ആരാധന തുടങ്ങി. There were all sorts of musicians and instrumentalists there, and they started worshiping. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും They ഉള്ളതാ. started praising that He is a good God and His grace is ever living. Praise God. ഏക സ്വരത്തോടു കൂടി അവൻ ദൈവത്തെ അവർ വാഴ്ത്തി പുകഴ്ത്തി. They were all praising God in one accord. ആരാധനാലയത്തിൽ ഏക സ്വരത്തോടെ, ഏക ആത്മാവിൽ, ഏക മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ആലയത്തിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയും. When you praise God in the sanctuary in one accord, God's presence will be evident in your presence. അങ്ങനെയല്ലേ അവിടെ എഴുതിയേക്കുന്നേ? That's what's being അവർ written here. ഉച്ചത്തിൽ പാടി. എന്താ ഈ ദൈവത്തിന് ചെവിയേക്കാത്ത ആളായിട്ടാണോ? Here we read that they sang loudly. We could ask, can God not hear us properly? എന്തിനാ ഉച്ചത്തിൽ പാടുന്നത്? പലരും ദൈവാരാധനയിൽ ദൈവസഭയിൽ വന്നാൽ
അവരുടെ വായ ഉണ്ടോ എന്ന് തന്നെ അറിയാറില്ലേ. You know why? We can ask, why do we have to sing loudly? Some people might come into church and we won't even know if they have the ability to speak. 100 പേര് വരുന്ന ഒരു സഭാരാധനയില് അല്ലെ ഒരു കൂട്ടായ്മയില് 40 to 60 people പാടും, കൈയടിക്കും. In a congregation that gathers about 100 people, only about 40 to 60 will actually sing and praise God. ബാക്കി 40 പേര് അവരിങ്ങനെ കേട്ട് മാർഗിട്ട് അവർ വേറെ എന്തൊക്കെയോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. The rest of the 40 people at that sanctuary or at that church are constantly distracted, constantly just surveilling other people. They're constantly in other parts that's not in God's ഇല്ലെങ്കിൽ presence. മുന്നിലിരിക്കുന്ന ചെയറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കും, അതിനും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും. Or they just keep getting distracted by their surroundings. അങ്ങനെ പല ബിസിനസ്സുകളാ ഈ 40% ഓഫ് പീപ്പിൾ ചെയ്യുന്നത്. And these folks who don't engage in praise and worship, they're constantly engaging in other businesses. സകല ആരാധനകളും അങ്ങനെയല്ലേ നടക്കുന്നേ. And that's what we see in our current community, in many churches that we witness these days. എന്നാൽ ദൈവത്തിന്റെ ആലയത്തിൽ അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. But that's not what God is desiring for his people to do in the temple. അവർ എല്ലാവരും ദൈവത്തെ ഉച്ചത്തിൽ പാടി ആരാധിച്ചപ്പോൾ Every single one of those people should be praising and worshiping God in one accord and loudly. Praise God. അന്ന് പരിശുദ്ധാത്മാവല്ല വ്യാപരിക്കുന്നത്. At that time, it was not the Holy Spirit that was അന്ന് manifesting. ദൈവത്തിന്റെ സാന്നിധ്യം പുക പോലെ, മേഘം പോലെ, മഞ്ഞു പോലെ വ്യാപരിക്കുമായിരുന്നു. At that time, God's presence was evident in their lives in the form of cloud. Praise God. ആരാധനയ്ക്ക് എന്താ ഒരു സുഖം തോന്നാത്തറിയാം പലപ്പോഴും പല സ്ഥലങ്ങളിലും. Do you know the reason why we might feel like, the praise and worship does not feel exactly to our liking? ഒത്തിരി മിസ്സിംഗ് ഉണ്ട് അവിടെ. There's a lot of things that we're missing here. ഒത്തിരി മിസ്സിംഗ് ഉണ്ടെന്ന്. പാട്ട് പാടാത്ത കുറേ ഗ്രൂപ്പ്. There are a group of people who don't sing. കൈ അടിക്കാത്ത ഒരു ഗ്രൂപ്പ്. There are a group of people who don't clap their ഇവിടെ hands. പറയുന്നു കൈത്താളങ്ങൾ ചിലരൊക്കെ ഇങ്ങനെ അടിക്കുന്നേ, ചിലരിങ്ങനെ മുഷ്ടി ഉരുട്ടി ഇടിക്കും. There are people who have different forms of clapping hands. ഇതൊരു കൈയടിയാണോ എന്ന് നാം ശോധന ചെയ്യണം. You have to judge by yourself what exactly ഇതൊരു is clapping കൈയടിയാണോ hands. എന്ന് നാം ശോധന ചെയ്യണം. We have to judge that by ourselves. ചേരെ പിടിച്ചു നിൽക്കുന്ന ഒരു കൈയടിയാണോ എന്ന് നാം ശോധന ചെയ്യണം. We have to understand if supporting our weight to the കൈയിട്ട് നിൽക്കുന്ന കൈയടിയാണോ എന്ന് നാം ശോധന ചെയ്യണം. We have to judge by ourselves is what we're doing is truly from God. ആരാധനകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വിടുതൽ നടക്കാത്തതിന്റെ കാരണം മനസ്സ് തകർന്ന് മരവിച്ച് ഇങ്ങനെയുള്ള കുറേ എണ്ണം ദൈവസഭകളിൽ പലയിടത്തും പല എല്ലാ സഭകളിലും ഉണ്ട്. The reason why God's presence is not manifesting fully in the churches is because churches have these people who are not in spirit and just sitting there as stones. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ആദിമപിതാക്കന്മാർ കൂടിയിരുന്ന കൊച്ചു റൂമുകൾ, കൊച്ചു ആരാധനകൾ, കസേരയില്ലാതെ നിലത്തിരുന്ന പാപോലും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. There was a time in the past where many of our ancestors were praising and worshiping God on the grounds they were at. അന്ന് ശരിക്കും ആഹാരമില്ലാത്തൊരു കാലം. That was a time where proper food was not available for ഒരു them. വസ്ത്രത്തിന് മറ്റൊരു വസ്ത്രം മാറി കൊടുക്കാൻ They did not have enough clothes to change in and out. കാലയിൽ ഒരു ചെരുപ്പിടാനില്ലായിരുന്ന They കാലം. did not have enough footwears. ഒരൊറ്റ വ്യക്തി പോലും ആരാധിക്കാതിരുന്നിട്ടില്ലായിരുന്നു. അന്ന് കൈയടിച്ച് But at ആരാധിക്കുമായിരുന്നു. that time, not a single person ever stood away from God's presence when they came to ദൈവത്തിന്റെ church. സാന്നിധ്യം എന്ന് ഇറങ്ങിയിരുന്നു. At that time, God's presence was continuing to manifest in their presence. അന്ന് ആരാധനയിൽ സൗഖ്യം പ്രാപിച്ച് At കടങ്ങി that time, പോകുമായിരുന്നു. many healings were happening. അന്ന് ഹോസ്പിറ്റൽ പോക്ക് At കുറവായിരുന്നു. that time, many people were consulting medical professionals very less. തലമുറ ഇത് കണ്ടു വളർന്നു വരുമായിരുന്നു. There were many people, the generations were fruitful. കാലങ്ങൾ മാറി ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഭവനങ്ങളിലും ദേശത്തും വന്നു. But the generations has changed, and as we saw these blessings come in, our attitude towards God changed. ഇപ്പൊ ആരും നിലത്തിരിക്കാറില്ല. No one desires to be on the floor. ഇപ്പൊ പകുതി ആൾക്കാരുടെ നീ റീപ്ലേസ്മെന്റ് ചെയ്തതാ. More ഹിപ്പ് പോയി കിടക്കുക. than half the people are here with knee replacements or hip replacements. Praise God. ഒരു ഉദാഹരണത്തിന് വേണ്ടി ചോദിക്കട്ടെ, ഒരു രസത്തിന് വേണ്ടി ചോദിക്കുക. നമ്മുടെ ഈ സഭയിൽ ഈ കിടക്കുന്ന സകല ചെയറും മാറ്റിയിട്ടിട്ട് നാളെ തൊട്ട് നമ്മൾ പറയുക,
ഇവിടെ എല്ലാവരും തറയിൽ നിന്ന് ആരാധിച്ചാൽ മതി എന്ന് പറയുക എന്ന് വിചാരിച്ചു. പറയത്തില്ല കേട്ടോ, ആരും പൊക്കളയല്ലേ. I'm asking you a very simple question. If tomorrow all these church chairs were taken away, how many of you desire to be on the floor? പള്ളിയിൽ ഏതൊരു ആരാധനാലയത്തിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. I'm just giving this example for any church congregation. എത്ര പേര് ആ ആരാധനയ്ക്ക് അന്ന് പോകും? You have to judge by yourselves how many people will actually attend that meeting. നമ്മൾ ചോദിക്കുന്നതായിരിക്കും, അവിടെ വന്നാൽ ചെയറുണ്ടോ? We might ask if we go there, will there be chair? ഓ ഇല്ല, ചെയറില്ല. We might say there are no chairs ഓ available. സോറി, എനിക്ക് നടു ഭയങ്കര പ്രശ്നമാണ്. We might say that I'm not going to church because I have insane back pain. പണ്ടത്തെ അപ്പച്ചന്മാരും നടുവും ഒന്നും ഇല്ലാതുണ്ടായതൊന്നുമല്ല കേട്ടോ. You know, back then, even our ancestors were not without these physical ailments. Praise God. അവരുടെ അവിടെ നല്ല ഒന്നാന്തരം ചെയറുണ്ട്, AC ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലെന്താ? You know, people might say that I desire to go to a place with all these facilities. അവിടെ AC ഉണ്ടെങ്കിൽ നമ്മൾ ഹീറ്റർ ഇട്ട് കൊടുക്കാൻ തയ്യാറാണ്, എന്നാലേ ജനം വരത്തുള്ളൂ. ഇപ്പം അവിടെ 2 ചെയർ ഭയങ്കര കുഷ്യനാണെങ്കിൽ നമ്മൾ അതിനെക്കാട്ടിൽ എക്സിക്യൂട്ടീവ് ചെയർ ഓർഡർ ചെയ്യും. കാരണം അറിയാമോ, ഇതിൻ്റെയെങ്കിലും സുഖം കൊണ്ട് ജനം വരട്ടെ എന്ന്. We might try to advance or improve our facilities to attract more people to our church. അവിടുത്തെ പുൾപിറ്റ് നമ്മളതിനെക്കാട്ടിലും വലുതാണെങ്കിൽ അതിനെക്കാട്ടിലും വലിയൊരു പുൾപിറ്റ് നമ്മൾ വാങ്ങിക്കും. കാരണം അത് കണ്ട് അട്രാക്റ്റീവ് ആയിട്ട് we constantly compare ourselves to other people. If one person builds a stage or something, we try to outdo them to attract more people into God's presence. മലയാളത്തിലൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന്. You made me communist. There's Not a word myself. in Malayalam that says you made me Because the situation, communist. ആ പറഞ്ഞ പോലെ ഇന്ന് ആത്മീയ കോളത്തിൽ വന്നിരിക്കുന്നത്. And this is the same situation that we see in the spiritual realm. സാഹചര്യങ്ങൾ ജനത്തെ അനാത്മീയരാക്കി മാറ്റുന്നു. Circumstances and situations are converting people to be people with no spirit of God. സാഹചര്യം ജനങ്ങളെ അഭക്തരാക്കി മാറ്റുന്നു. Circumstances and situations around them are causing people to walk away from God's presence. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, change it, change it, change it. God's presence is saying that you have to continue to change it. Praise God. അടുത്ത വാക്യം കൊണ്ടൊന്ന് വായിച്ചേക്കാമോ? 14. കണ്ടോണേ, യഹോവയുടെ തേജസ് ദൈവത്തിന്റെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ പോലും പറ്റുന്നില്ലെന്നേ. You know, it says in verse 14 that the priests could not even perform their service because of the cloud, for the glory of the Lord filled the temple of God. എന്തോ മനസ്സിലായി? ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങ് നിറഞ്ഞു. എപ്പോഴാ? ജനം ആരാധിച്ചു തുടങ്ങിയപ്പോൾ, നിൽക്കുന്ന സ്ഥലം മറന്ന് ആരാധിച്ചു തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ശക്തന ഇറങ്ങി. As people were praising and worshiping God in one accord, God's presence was evident in their presence, so that the ministers could not even conduct that service. പുരോഹിതന്മാരുടെ സ്കെഡ്യൂളൊക്കെ മാറ്റി. They changed all the schedules that people planned. കാരണം ദൈവ സാന്നിധ്യം ഏറ്റെടുത്തിരിക്കുകയാണ്. Because God's presence took over that service. എന്നാൽ ഈ കാലങ്ങളിലോ? What do we see in these generations? Praise God. പണ്ട് ഈ അമേരിക്കയെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളൊക്കെ അന്ന് അമേരിക്കയൊന്നും വരാനൊന്നും പറ്റിയിട്ടില്ല. പണ്ട് ആദ്യ സമയങ്ങളിലൊക്കെ അമേരിക്കയിൽ വിസിറ്റിംഗ് ചെയ്തിട്ടുള്ള ചില പാസ്റ്റർമാർ ഒന്ന് ഭയങ്കര നമ്പർ അടിക്കുന്ന കേൾക്കാം. അവർ പറയുമായിരുന്നു, അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 16 ആയാൽ നിൽക്കുന്ന പുൾപിറ്റ് താഴെ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന റിമോട്ട് സിസ്റ്റം ഒക്കെ ഉണ്ടെന്ന്. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല സാധനം. പറഞ്ഞ് ചുമ്മാ നമ്മളെ പേടിപ്പിക്കുമായിരുന്നു. There were people who used to visit the churches in the early times who used to say the pulpit or the stage used to fall if the service was delayed by even a minute. അതാ അമേരിക്ക. അവിടെ 15 മിനിറ്റ് തന്നെ 16 മിനിറ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. These visiting pastors used to come back home to India and said all these things as a part of gossiping. അതുകൊണ്ട് ഞാനത് പേടിച്ച് എൻ്റെ പ്രസംഗം 15 മിനിറ്റ് നിർത്തിക്കഴിഞ്ഞില്ലെങ്കിൽ ഈ സാധനം താപ്പോട്ട് പോകുന്നത് കാണാം. എവിടെ പോയി? എങ്ങും പോകുന്നൊന്നുമില്ല, ചുമ്മാ വിടില്ലല്ലേ. And these people will say that, so in order for me to avoid that for happening to me, I used to stop my message. If 15 minutes were given to me, I would stop at the 15th minute. ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയാൽ പ്രിയരെ നമ്മുടെ സ്കെഡ്യൂൾക്ക് വ്യത്യാസം വരും. Here it says, this verse says that if God's presence is evident in their presence, all the schedule that people place will change. ഒരു പാട്ട് പാടി കൂടുതൽ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
ഇവനൊക്കെ എന്തോ ഓർത്തോണ്ടാ പാടിയെന്ന് ചോദിക്കുന്ന കാലത്തിലേക്ക് മാറി. We are in the times where if someone sings a stanza or two extra, we might be questioning what is he do, does he not have any sensation of time? പരിശുദ്ധാത്മാവിൽ ആരാധിച്ച് സംഭവം നമ്മുടെ കയ്യിൽ നിൽക്കാതെ ഇവനൊക്കെ അങ്ങ് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന കാലം വന്നു. There are people who question when the evidence of Spirit is manifesting, if they sing for a bit longer, there are people questioning why couldn't they stop on time? മ്യൂസിക്കുകാർ നിർത്തിയിട്ടും പിന്നെ ജനം ആരാധിക്കുമ്പോൾ കലിതുള്ളുക, നിർത്തിക്കൂടെ? You know, people are questioning and people are judging. Even though the musicians stop playing, there are people still praising and worshiping God. പ്രിയ ദൈവമക്കളോട് പറയട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ you cannot control that. My dear children of God, let me tell you truly that if God's presence is truly evident in your presence, you are not one to limit it. നമുക്കും പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ, ഞങ്ങളുടെ ആരാധനാലയത്തിൽ ദൈവത്തിന്റെ തേജസ്, പരിശുദ്ധാത്മാവിന്റെ തേജസ് അത് ഏറ്റെടുക്കണമേ. Let's all pray for God's presence to come into our presence and change our schedule and for the Spirit to take over our services. Praise God. Amen. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വരുമ്പോൾ Chapter 6 verse 10 says, ആ ആ ആ മതി, ഇത്രയും കാര്യങ്ങളെയൊക്കെ ഉള്ളത് ചിന്തിക്കാനുള്ളൂ. പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ 3 കാര്യം മസ്റ്റായിട്ട് പ്രതീക്ഷിക്കുന്നു ദൈവം. For the New Testament believers, God desires three things from His people. 1 ആരാധന, 2 പ്രാർത്ഥന, 3 ദൈവത്തിൻ്റെ വചനം. First one is the worshiping, second one is prayer, and the third one is for the word of God. So there is a worship. So first there one, is a there prayer. is worship. Second one, there there is is prayer. a word of God. Amen. ഇത് 3ഉം ഒരു ആരാധനാലയത്തിൽ നടക്കുന്നില്ല എങ്കിൽ ആത്മസാന്നിധ്യം ഉണ്ടാകുകയില്ല അവിടെ. If these 3 elements are not seen in the New Testament churches, God's presence will not be there. 20-ാം വാക്യം പറയുന്നു, 6:20. Verse 20. അവിടെ പറയുന്നു, രാവും പകലും ദൈവത്തിന്റെ ജനം കൂടി വരുന്നിടത്ത് കർത്താവിന്റെ ദൃഷ്ടി, ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടാവും. Verse 20 says, day and night when God's people gather in the temple, my presence or my sight is over them. Praise God. ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് പറഞ്ഞു നിർത്താൻ പോകും. അടുത്തത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. Let's meditate closely for the next few minutes that we have here. ആ ടെമ്പിൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുക, ഞാനൊരു പ്രാർത്ഥന നടത്തുക. A prayer is being conducted to dedicate that temple that Solomon had built. Praise God. അതിന്റെ 26-ാമത്തെ വാക്യം മുതൽ 27 പറയുന്നു, കഷ്ടതയുടെ നടുവിൽ ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഉത്തരം അരുളണമേ. In verse 26 and onwards, it says, during the times of my transgressions or during the time of my afflictions, when I come into God's presence, you will answer it. അപ്പോൾ എന്താ ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാലുള്ള ഗുണമെന്നറിയാമോ? So do you know what happens when you come into God's presence and ask for certain things? Praise God. കഷ്ടതയുടെ സമയത്ത് പ്രാർത്ഥിക്കേണ്ട നല്ലൊരു സമയമാണ്. During the times of your troubles, it's a good time to pray. Praise God. Hallelujah. Hallelujah. ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ വന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലമാണ്. During the time of your tribulations, this church or temple of God is a place for you to come and pray. നീ തെറ്റിപ്പോയെന്ന് തോന്നുമ്പോൾ വന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. If you think you have sinned or walked away from the word of God, this is the place where you come back and come back to God's presence. നന്ദി കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം. God's temple is also a place where you come and give thanksgiving to God. ദേശം കഷ്ടം അനുഭവിക്കുമ്പോൾ, when many people go through afflictions daily, ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം. This is a place for you to have the burden to pray for each and every single one of those people. വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി ആ അധ്യായത്തിന്റെ ആ ഭാഗങ്ങളൊക്കെ കേട്ടോ. I encourage you to go read the rest of this chapter and meditate upon this. ശലോമോൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലയം എങ്ങനെയൊക്കെ ആക്കി തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. This is a prayer that we see that Solomon is praying as he is blessing the temple that has been built and is being dedicated to God. 28-ാം വാക്യത്തിൽ പറയുമ്പോൾ പറയുന്നു, കഷ്ടത്തിലും രോഗത്തിലും ആയിരിക്കുന്ന ജനത്തിന് സൗഖ്യം പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം. Verse 28 says that people
people who are in diseases and sicknesses, Church of God or the temple of God is a place where they have healing. എന്തിനാ സഭയാരാധനയ്ക്ക് പോന്നേ? എന്തിനാ യോഗത്തിന് പോന്നേ? എന്തിനാ ആലയത്തിൽ പോന്നേ? We can question a lot of things. Why do I come to church? What's the purpose of me അങ്ങനെ coming to church? ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഈ അധ്യായം മുഴുവനും വായിക്കണം. If any of you have that questioning in your heart, read this chapter to its entirety. 31 വാക്യം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, Verse 31 says, അവനവന്റെ പ്രവർത്തിക്കും ദൈവത്തെ ഭയപ്പെടുന്ന വിധവും കണ്ടു മനസ്സിലാക്കുവാൻ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഒരു സ്ഥലമാ ദൈവത്തിന്റെ ആലയം. Verse 31 says, so that they will fear you and walk in obedience to you all the time they live in the land you gave to our ancestors. അപ്പോൾ യോഗത്തിന് പോണോ? വർഷിപ്പിൽ പോണോ? ആരാധനയ്ക്ക് പോകണം? ആരാധനാലയത്തിൽ പോകുന്നതിൻ്റെ ഗുണങ്ങളായി പറയുന്നതൊക്കെ. These are the benefits that comes from you attending service or you attending church or being in the temple of God. ദൈവം നമ്മെ തൂക്കി നോക്കുന്ന സ്ഥലമാ ആലയം. This is a place where God holds you to a scale and truly measures your heart. Praise God. Amen. പ്രിയരേ, ഹൃദയത്തെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. My dear children of God, there's a God who looks at your heart. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. I'm concluding my words here. If God allow us next time ഒരു ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുന്ന വിധങ്ങളെക്കുറിച്ച് നാം പഠിക്കണം. The next time we meditate from the Word of God, we are going to talk through how does God direct us or guide Examine us. our heart. How does God Examine examine our our hearts? mind. Amen. നമുക്ക്, if God willing, we will be understanding that coming days. May the good Lord be with us. ദൈവം നമ്മെ ഈ വാക്കുകളാൽ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം മറന്നു പോകരുത്.